ഭിന്നതയിൽ നിന്നും വിഭാഗത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് അനുദിനം ഐക്യത്തിൽ നയിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനം. എക്യുമെനിക്കൽ സൺഡേ അഥവാ ഐക്യ ഞായർ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ക്രിസ്തീയ സഭകളും സമൂഹങ്ങളും തമ്മിലുള്ള ഐക്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിക്കുവാനും അത് പ്രാവർത്തികമാക്കുന്നതിന് വ്യക്തികളെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ആചരിക്കപ്പെടുന്ന ഒരു ദിനമാണ്. എക്യുമെനിസം എന്ന പദം ഓയിക്കോമെനെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഇതിനർത്ഥം ദ ഹോൾ ഇൻഹാബിറ്റഡ് വേൾഡ് എന്നുള്ളതാണ്. ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചോളം ഈ വാക്ക് ക്രിസ്തീയ വിശ്വാസികളും ക്രിസ്തു തമ്മിലുള്ള ബന്ധത്തിലൂടെ രൂപപ്പെടേണ്ട ഐക്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ വിവിധ ക്രിസ്തീയ സഭകൾക്കിടയിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ, വിവിധ മേഖലയിലുള്ള സഹകരണം, കൂട്ടായ പ്രവർത്തനങ്ങൾ, പരസ്പര ബഹുമാനം എന്നിവയിലൂടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രയത്നിക്കുവാനും സമാധാനത്തിനും നീതിക്ക് വേണ്ടി നിലകൊള്ളുവാനും അത് ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നിലവിൽപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം യൂണിറ്റി ഇൻ ഫെയ്ത്ത് ആൻഡ് ആക്ഷൻ അഥവാ വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം എന്നുള്ളതാണ്. യൂണിറ്റി അഥവാ ഐക്യം എന്നത് ഏകമനസ്സോടെ പ്രവർത്തിക്കുന്ന അനുഭവമാണ്. അഹങ്കാരവും സ്വാർത്ഥതയും ഭീതിയുമെല്ലാം ലോകത്തെ വിഭജനത്തിലേക്കും വിഭാഗത്തിലേക്കും നയിക്കുമ്പോൾ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന വിശ്വാസാധിഷ്ഠിതമായ ഐക്യം യഥാർത്ഥ്യമാക്കുവാൻ ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നൽകപ്പെട്ട പാഠങ്ങളെ ആസ്പദമാക്കി എങ്ങനെ ഐക്യം യാഥാർത്ഥ്യമാക്കി തീർക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത ദൈവിക നടത്തിപ്പുകളെക്കുറിച്ചുള്ള ബോധ്യത്തിലൂടെ യോശുവ 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനങ്ങൾ യോർദാൻ നദി കടന്നതിന് ശേഷം അതിൻ്റെ ഓർമ്മയ്ക്കായി യോർദാൻ നദിയിൽ നിന്നും ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഒത്തവണ്ണം 12 കല്ലുകൾ എടുത്ത് നാട്ടുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ഈ കല്ലുകൾ അലങ്കാരത്തിന് വേണ്ടി ഉള്ളതായിരുന്നില്ല. ദൈവജനം വിശ്വാസത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ സാക്ഷ്യ സ്മാരകങ്ങളായിരുന്നു. ഇസ്രായേൽ ജനത്തിലെ 12 ഗോത്രങ്ങളിൽ ഓരോ ഗോത്രത്തിനും വളരെ വ്യത്യസ്തമായ പാരമ്പര്യവും സാമൂഹ്യ ചുറ്റുപാടും പ്രവർത്തന രീതികളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അവരെല്ലാം ഒരേ സമയത്ത് ഒരേ നദിയിലൂടെയാണ് കനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചത്. ഐക്യം ആരംഭിക്കുന്നത് ദൈവം നമ്മെ നടത്തിയ വഴികളും വിധങ്ങളും ഓർക്കുമ്പോഴാണ്. ദൈവിക വഴിനിർത്തലുകളെ മറക്കുമ്പോഴാണ് വിഭാഗീയതയും ഭിന്നതകളും ഉടലെടുക്കുന്നത്. ദൈവമാണ് ക്രിസ്തീയ വിശ്വാസികളെയും സമൂഹങ്ങളെയും ഒരുമിപ്പിക്കുന്ന ശക്തി. നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴിനിർത്തലുകളെ മനസ്സിലാക്കുവാനും അതിന് നന്ദി പറയുവാനും നമുക്ക് ഇടയാകും. പ്രയാസഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ നമുക്ക് ശക്തി പകർന്നു തരുന്നത് ദൈവമാണ്. വ്യക്തികൾ തമ്മിൽ, കുടുംബാംഗങ്ങൾ തമ്മിൽ, സഭാവിശ്വാസം തമ്മിൽ ഒരുമിച്ച് നിലകൊണ്ടതിൻ്റെ പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മകളും അതിലൂടെ ലഭ്യമായ വിടുതലും നമ്മിലേക്ക് കടന്നു വരണം. വ്യക്തികൾ, കുടുംബാംഗങ്ങൾ, സമൂഹങ്ങൾ ഐക്യപ്പെടുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു. ദൈവം നമ്മെ ശക്തിപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികളും വിധങ്ങളും ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവരാകുമ്പോൾ ഐക്യപ്പെടുവാനുള്ള മനോഭാവം നമ്മിൽ സംജാതമാകുന്നു. അത് നമ്മെ ഒരുമയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ചിന്ത വിഭവങ്ങളുടെ പങ്കുവയ്ക്കലിലൂടെ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ ആദിമ ക്രിസ്തീയ വിശ്വാസികളിൽ രൂപപ്പെട്ട ഒരുമയെയും ഐക്യത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. വിശ്വസിന്റെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 32-ാം വാക്യം. ആദിമസഭയിലുണ്ടായിരുന്ന ഐക്യം വൈകാരികം മാത്രമായിരുന്നില്ല, അവരുടെ പ്രവൃത്തിയിലും അത് പ്രതിഫലിച്ചു. അവർ അവരുടെ വസ്തുവകളും സമ്പത്തും ആവശ്യത്തിരിക്കുന്നതിനുമായി പങ്കുവച്ചു. ഇക്കാര്യത്തിൽ ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസേഫ് എന്ന ലേവി ഗോത്രക്കാരൻ ആധുനിക ക്രിസ്തീയ സഭയ്ക്ക് മാതൃകയാണ്. അദ്ദേഹം സ്വമനസ്സോടുകൂടിയാണ് സാമൂഹിക നന്മയ്ക്കായി തൻ്റെ വസ്തുവകകൾ പങ്കുവച്ചത്. തുല്യതയും സമത്വവും ആദിമ ക്രിസ്തീയ സഭയിലെ വിശ്വാസികളുടെ മുഖമുദ്രയായിരുന്നു. അത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരാശയമല്ലായിരുന്നു. അവർ സ്വമേധയാ പ്രാവർത്തികമാക്കിയ മാതൃകാപരമായ പ്രവൃത്തിയായിരുന്നു. നാം അഭിമുഖീകരിച്ച കോവിഡ് പാൻഡമിക്, പ്രളയം, ഉരുൾപൊട്ടൽ, ദുരന്തങ്ങൾ, ഈ സമയത്തെല്ലാം മനുഷ്യർ സ്വയം മറന്ന് മറ്റുള്ളവരെ സഹായിച്ച കാഴ്ചകൾ നാം കണ്ടിട്ടുള്ളതാണ്. ഈ മാതൃകയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നും ക്രിസ്തീയ സഭാ വിശ്വാസികൾക്ക് ആവശ്യമായിരിക്കുന്നത്. ആദിമസഭ ഓരോ ദിവസവും പരസ്പരം പങ്കുവയ്ക്കുന്ന ഐക്യത്തിലാണ് നിലകൊണ്ടത്. ഇപ്രകാരം വിശ്വാസത്തിലുള്ള ഐക്യം എല്ലായ്പ്പോഴും മറ്റുള്ളവരോടുള്ള കരുതലുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. സമൂഹത്തിൽ കഷ്ടതയും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരെ വിശ്വാസത്തോടെ കരുതുമ്പോൾ അത് നൽകുന്നവർ ഒരിക്കലും ദരിദ്രരായി തീരുന്നില്ല. ക്രിസ്തീയ വിശ്വാസം മാതൃകാപരമാകുന്നത് പരസ്പരം കരുതുവാനും സഹായിക്കുവാനും വിഭവങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള മനോഭാവം വളർത്തിയെടുക്കുമ്പോഴാണ്. മൂന്നാമത്തെ ചിന്ത വിശ്വാസത്തോടും പങ്കാളിത്തത്തോടും കൂടിയ പ്രവർത്തനങ്ങളിലൂടെ.
വിശ്വാസത്തോടും പങ്കാളിത്തത്തോടും കൂടിയ പ്രവർത്തനങ്ങളിലൂടെ. മർക്കോസ് 6 അധ്യായം 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ വചനഘോഷണം കേൾക്കുവാനായി കടന്നു വന്ന വിശന്നു വലഞ്ഞ ജനക്കൂട്ടത്തോട് യേശു സഹതപിക്കുന്നതായും 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം വരുന്ന പുരുഷന്മാരെയും ഒരുപക്ഷെ അതിലധികം വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും പോഷിപ്പിക്കുന്നതായും നാം വായിക്കുന്നു. ഇവിടെ ഈ പ്രവൃത്തി യേശു സ്വയമായി ചെയ്യുന്നതിന് പകരം ശിഷ്യന്മാരുടെ പങ്കാളിത്തവും ഉറപ്പുവരുത്തുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. എന്നാൽ ഇത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ കുറഞ്ഞത് 200 വെള്ളിക്കാശ് വേണമായിരുന്നു. യേശുവിൻ്റെ കാലത്ത് ഇത് 200 തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനമായിരുന്നു. ഇത്രയും വലിയ തുക കണ്ടെത്തുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, 5, 2 മീനും. ശിഷ്യന്മാർ അത് തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന അപ്പവും മീനും യേശുവിൻ്റെ പക്കൽ ഏൽപ്പിച്ചപ്പോൾ അത് അത്ഭുതങ്ങൾക്ക് കാരണമായി. അവർ നൽകിയ 5 അപ്പവും 2 മീനും 5000-ലധികം വരുന്ന ജനങ്ങളെ പോഷിപ്പിക്കുവാനും ബാക്കിയുള്ളവ 12 കുട്ട നിറച്ചെടുക്കുവാനും കാരണമായി. ഇവിടെ ഐക്യതയുടെ മാതൃകകൾ നമുക്ക് കാണാം. യേശുവിൻ്റെ കൽപ്പന ശിഷ്യന്മാർ ഒരുപോലെ അനുസരിച്ചു. ആളുകൾ യേശുവിൻ്റെ കൽപ്പന കേട്ട് ഭക്ഷണത്തിനായി ഒരുമനപ്പെട്ട് ഇരുന്നു. ഉണ്ടായിരുന്ന ഭക്ഷണം ഒരു മനസ്സോടെ പങ്കുവച്ചു. എല്ലാവരും ഒരുപോലെ തിന്ന് തൃപ്തരായി. ക്രിസ്തുവും ശിഷ്യന്മാരും ജനങ്ങളും തമ്മിലുണ്ടായിരുന്ന ഐക്യമാണ് ഇത്തരം അത്ഭുതത്തിന് കാരണമായത്. ഒരു മെഴുകുതിരി ഒരു വലിയ മുറിയിൽ ചെറിയ പ്രകാശം തെളിയിച്ചേക്കാം. എന്നാൽ കൂടുതൽ പേർ തങ്ങളുടെ തിരികൾ ഒരുമിച്ച് തെളിയിക്കുമ്പോൾ ഇരുട്ട് അപ്രത്യക്ഷമാകുന്നു. അതുപോലെ വിശ്വാസത്തിലും പ്രവൃത്തിയിലുമുള്ള ഐക്യം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഐക്യം വെളിപ്പെടേണ്ടത് വിഭവങ്ങളുടെ ആധിക്യത്തിലല്ല, പരസ്പര ആശ്രയത്തിലും വിശ്വാസത്തിലുമാണ്. ഐക്യം എന്നത് മാനസികമോ വൈകാരികമോ മാത്രമായ ഒരു കാര്യമല്ല. അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. വേദഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്ന യാഥാർത്ഥ്യം ഐക്യം വിശ്വാസത്തിൽ ആരംഭിച്ച് പ്രവൃത്തിയിലൂടെ പൂർണ്ണമാകുന്നു എന്നുള്ളതാണ്. ഇന്ന് ദൈവിക ദൗത്യം ഒരുമനപ്പെട്ട് നിർവഹിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. ഒരു മനസ്സോടെ മറ്റുള്ളവരെ കരുതുവാൻ, നമുക്കുള്ള അല്പത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കുവാൻ, ഞങ്ങളെ ഐക്യമുള്ള വ്യക്തികളായി സമൂഹങ്ങളായി വളരുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.